ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 1 kg വാനിലയുടെ ഒരു കേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ വന്ന സമയത്ത് നമുക്കതിൻ്റെ ഫോട്ടോസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ടും കുറച്ച് വ്യത്യാസമാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഫോട്ടോ തന്ന സമയത്ത് അതിലെ കളറും നമ്മുടെ കയ്യിലുള്ള കളറുകളും തമ്മിൽ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആക്കിയതാണ് കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ. അപ്പോൾ നമുക്ക് സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായി അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇരിക്കാനാണ് ഇങ്ങനെ അരിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കേക്കിലേക്ക്. അപ്പോൾ 4ഉം പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കേക്കിൽ കോഴിമുട്ട നമ്മളെപ്പോഴും പറയുന്ന പോലെ തണവൊന്നും വേണ്ട, പുറത്തിരിക്കണത് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും പിന്നെ അതിലേക്ക് നമ്മൾക്ക് വാനില എസൻസും ചേർക്കണം. അപ്പോൾ 1 സ്പൂൺ വാനില എസൻസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചത് എടുക്കാം കേട്ടോ. ഞാനെപ്പോഴും പൊടിക്കാത്ത പഞ്ചസാരയാണ് ഉപയോഗിക്കാറ്. അതാകുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് നല്ല ക്രീം പോലെ ഇത്തിരി കൂടിയും സ്പീഡായിട്ട് കിട്ടാറുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലാണ് കേട്ടോ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഒറ്റ വട്ടം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഭാഗം ഒന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പൊടി ചേർത്തിട്ട് ഇതേ നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക. കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 3 4 വട്ടമായിട്ട് പതക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഇത്തിരി സ്പീഡായിട്ട് തോന്നും. അങ്ങനെയൊന്നല്ല, ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതൊരു 7 ഇഞ്ചിൻ്റെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് മാത്രം ഇങ്ങനെ കുറച്ച് മേലേക്ക് പൊന്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ബേക്കായി കഴിയുമ്പോൾ എടുക്കാനുള്ള എളുപ്പത്തിനാണ്. നമ്മുടെ ബാറ്റർ ഫുള്ള് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒരു ലെവലായി കിട്ടാനായിട്ട് നമ്മൾ ഓവനൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി ഈ കേക്ക് ബാറ്ററിനെ ഓവനിലേക്ക് എടുത്ത് വെക്കുകയാണ് നമ്മൾ. ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 160 ഡിഗ്രിയിലാണ് കേട്ടോ ഞാൻ ചൂട് കൊടുക്കണേ. ഒരു 30 മിനിറ്റ് ടൈമും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് നേരത്തെ പണി ഇനി ഓവൻ നോക്കിക്കോളും കേട്ടോ കേക്കിൻ്റെ കാര്യം. നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് വിപ്പിംഗ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിരിക്കണത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറായ കാരണമാണ് കേട്ടോ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.25 മതി. ഇതിപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ച് ക്രീമിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇത്രയ്ക്ക് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാനൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് സിറപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തത് ചൂടുവെള്ളം ഉണ്ടായിരുന്ന കാരണം അതെടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ ഉള്ളു വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. എപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചൂടാറുന്ന സമയത്ത് എടുക്കണം തന്നെയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെച്ചാലും നല്ലത് തന്നെയാണ് കേക്ക്. അപ്പം നമുക്ക് കേട്ടോ കേക്ക് ഇനി ക്രീം തേക്കാം. അപ്പോൾ നമ്മുടെ ബോർഡിൽ ആദ്യം തന്നെ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കണം. അത് കേക്ക് ഇങ്ങോട്ട് നീങ്ങാതിരിക്കാനാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സിറപ്പ് വെച്ചിട്ട് നനച്ച് കൊടുക്കാം കേട്ടോ കേക്കിൽ മൊത്തം. കേക്ക് ഇങ്ങനെ നനച്ച് കൊടുക്കുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ അറ്റത്തേക്കും എത്തണ തരത്തിൽ ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം അത്യാവശ്യം തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ക്രീം ഇടാനും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ തരുന്ന സമയത്ത് പലർക്കും പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇളക്കിയൊന്ന് ചോദിച്ചു കൊടുക്കണം കേട്ടോ. ഉള്ളിൽ ക്രീം കൂടണോ വേണ്ടേ കുറവ് മതിയോ എന്നൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ക്രീം കഴിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയും ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളിൽ ചെയ്യാം കേട്ടോ ക്രീമൊക്കെ ഇടുമ്പോൾ. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ വാനിലയുടെ കേക്കായിരുന്നല്ലോ. അപ്പോൾ ഇതിനെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേറെ ഫില്ലിങ്ങും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ക്രീമിട്ട് പിന്നെ കേക്ക് സ്പോഞ്ച് വെക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയിട്ട് ഗ്ലാസ്സിൽ മുറിക്കാനുള്ള കേക്കും കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയ മക്കൾക്കുള്ള കേക്കല്ലേ, അപ്പം നമുക്ക് എന്തായാലും ഫില്ലിങ് കൊടുത്ത് തന്നെ പറ്റുള്ളൂ. അപ്പം ഞാൻ ചോക്കോ ചിപ്സാണ് കേട്ടോ എൻ്റെ കയ്യിലിരുന്നിരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കേക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ ചെറിയ കുട്ടികളെന്നല്ല എല്ലാവർക്കും അതേ കൊടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. അപ്പം ഞാൻ ഈ രീതിക്കൊക്കെയാണ് കേട്ടോ കേക്ക് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ കേക്കിൻ്റെ ഒരുവിധം സൈഡ് വലിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെയൊക്കെ നമ്മൾ ആദ്യം ഒരു കോട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ആദ്യം തുടക്കക്കാരൊക്കെ
ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്തേ നമ്മുടെ കയ്യിൽ കേക്കിൻ്റെ തരി ഉണ്ടല്ലോ അതും കൂടി ക്രീമിൻ്റെ കൂടെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായി പരിചയമായി എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ക്രീമൊക്കെ തേച്ച് നമുക്ക് വലിയ സൈഡൊക്കെ വലിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ കൊടുത്തിട്ട് പിന്നെ സൈഡ് ഇതേപോലെ വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമുക്കത് ഓരോരുത്തർക്കും ഓരോർക്ക് എളുപ്പമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ. അപ്പോൾ ഞാനിതേ ഇങ്ങനെ സൈഡൊക്കെ വലിച്ച് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈനില്ലേ അതായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൻ്റെ തെറ്റ് ഇങ്ങനെ മുറിച്ചിട്ട് വെറുതെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കേക്ക് ചെയ്യുന്ന സമയത്ത് ചില കളറുകളൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ പച്ച ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതിലേക്ക് നീലയുടെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞയും കൂടി മിക്സാക്കിയിട്ടാണ് കേട്ടോ ഈ പച്ച ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പച്ച തന്നെയായിരുന്നു കിട്ടിയത് നമുക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങനെ സൈഡിൽ മൊത്തം കേക്കിൻ്റെ 4 സൈഡിലേക്കും ഇതേപോലെ തന്നെ ഗ്രാസിൻ്റെ ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേൽവശത്ത് ഇങ്ങനൊരു ഡിസൈനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് വരയ്ക്കാൻ പെട്ടെന്ന് തന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കേക്കിൽ. അതിന് ശേഷം മാത്രമേ ചെയ്യണത് നല്ലത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ തെറ്റ് വെട്ടിയിട്ടാട്ടോ അതിങ്ങനെ മേഘത്തിൻ്റെ ഒക്കെ ഏകദേശം ഒരു രൂപമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മേലേക്ക് ഒരു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കണമല്ലോ മഴവില്ലിൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാ കളറും ഉണ്ടായിരുന്നില്ല. പിന്നെ മോളുടെ ഡ്രസ്സിൻ്റെ കളറും കൂടിയിട്ട് മേച്ചായിട്ടാണ് നമ്മൾ ഈ കളറുകളാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ ഏകദേശം മേച്ചൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. കേക്കിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് കളറിലൊന്നും കേക്ക് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി ലൈറ്റ് കളറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ മക്കൾക്കുള്ള കേക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എത്രത്തോളം ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.